ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 27ാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ക്ഷീരാബ്ദി മദനവും കൂർമാവതാരവുമാണ്. അതിലെ ആദ്യ 6 ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി. അപ്പോൾ നമുക്ക് ഇന്ന് അതിലെ ബാക്കിയുള്ള 5 ശ്ലോകങ്ങളും ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം കൂടി നോക്കാം. അപ്പോൾ ചൊല്ലി തുടങ്ങാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദുർവാസാസുരവനിതാപ്തദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്രപ്രതിമൃതിദേശശാപശക്രം കാക്ഷാന്തിസ്ത്വദിതരദേവതാംശജാനാം ശാപേന പ്രതിതജരേത നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്ധ്യാ കമലജമേത്യ സർവദേവ നിർവാണപ്രഭവസമം ഭവന്തമാപു ബ്രഹ്മാദ്യൈസ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദപുരപരേണ ധാംനാ ഹേ ദേവാദിദിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമദതേതി പദ്യശാസ്ത്വം സന്താനം കൃതവതി ദാനവൈസുരൗഖേ മന്ദാനം നയതി മദേന മന്ധരാദ്രിം ഭ്രഷ്ടേസ്മിൻ ഭദരവിമോദ്വഹൻ കഖേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോധൗ ആദായ ദ്രുതമതവാസുകിം വരത്രാം പാതോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മദനവിദൗ സുരാസുരൈസ്തൈർവ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ടാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ടാം. ഇനി 7ാമത്തെ ശ്ലോകം ചൊല്ലാം. വജ്രാദിസ്ഥിരതരകർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംഭോദേ കുഹരഗതേന വർഷ്മണാ ത്വം നിർമഗ്നം ക്ഷിതിതരനാഥമുന്നിനേത. ഒന്നുകൂടി ചൊല്ലാം. വജ്രാദിസ്ഥിരതരകർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംഭോദേ കുഹരഗതേന വർഷ്മണാ ത്വം നിർമഗ്നം ക്ഷിതിതരനാഥമുന്നിനേത. 7ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 6 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. ദേവസ്ത്രീയിൽ നിന്നും ദിവ്യമായിട്ടുള്ള മാല സമ്മാനമായി സ്വീകരിച്ച ദുർവാസാവ് മഹർഷി അത് ഇന്ദ്രനെ ഏൽപ്പിക്കുന്നു. ഇന്ദ്രൻ ആ മാലയെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് തൻ്റെ ആനയായിട്ടുള്ള ഐരാവതത്തിൻ്റെ നെറുകയിൽ വെച്ചു. ഐരാവതം എന്ന ആന ആ മാല വലിച്ച് താഴെയിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു. ഇത് കണ്ട് ദേഷ്യം തോന്നിയ ദുർവാസാവ് മഹർഷി ദേവന്മാർ സ്ത്രീത്വം ഇല്ലാത്തവരായി തീരട്ടെ എന്ന് ശപിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രദേവന് ജരാനര ബാധിച്ചു. ദേവന്മാരെ അസുരന്മാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ദേവലോകം അവർ കൈയടക്കി. അങ്ങനെ ദേവന്മാരൊക്കെയും ചൈതന്യമറ്റവരായി തീർന്നു. അങ്ങനെ രുദ്രനും മറ്റ് ദേവന്മാരും എല്ലാവരും കൂടി ചെന്ന് ബ്രഹ്മദേവനെ കണ്ട് ബ്രഹ്മദേവനോടു കൂടി അവർ ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ഇതിന് പരിഹാരം എന്നോണം
ഭഗവാൻ മഹാവിഷ്ണു ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അസുരന്മാരോട് സന്ധി ചെയ്ത് അമൃത് കടഞ്ഞെടുക്കാൻ വേണ്ടി പറയുകയാണ്. പാലാഴി മഥനം നടത്തി അമൃത് കടഞ്ഞെടുക്കുവാൻ വേണ്ടി ഉപദേശിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അസുരന്മാരോടുകൂടി സന്ധി ചെയ്തു. കടയാനുള്ള കടകോലിന് വേണ്ടിയിട്ട് അവർ മന്ദരപർവ്വതത്തെ ഉയർത്തി കൊണ്ടുവരികയായിരുന്നു. പക്ഷെ അവർ അഹങ്കാരമുള്ളവരായതുകൊണ്ട് തന്നെ മന്ദരപർവ്വതം താഴേക്ക് വീണുപോയി. അതിനെ വിഷ്ണു ഭഗവാൻ വളരെ നിഷ്പ്രയാസം ആ മന്ദരപർവ്വതത്തെ ഉയർത്തി തൻ്റെ ഗരുഡൻ്റെ ചുമലിൽ വെച്ച് പാലാഴിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. അങ്ങനെ വാസുകിയെ കയറായിട്ട് ഉപയോഗിക്കാനും കടകോലായിട്ട് മന്ദരപർവ്വതത്തെയും അത് കടയാനുള്ള കയറായി വാസുകിയെയും തീരുമാനിച്ചു. അങ്ങനെ വാസുകിയുടെ തലഭാഗത്ത് സൂത്രത്തിൽ അസുരന്മാരെ ഭഗവാൻ നിർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ പാലാഴി മഥനം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ മന്ദരപർവ്വതത്തിൻ്റെ ഭാരം കാരണം അത് താഴേക്ക് താണുപോയി. അങ്ങനെ ആ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഭഗവാൻ കൂർമാവതാരം സ്വീകരിച്ചു എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അല്ലയോ ഭഗവാൻ മഹാവിഷ്ണു, വജ്രത്തേക്കാൾ ഉറപ്പുള്ള പുറത്തെ അസ്ഥിയോട് കൂടിയതും വിസ്താരത്തിൽ 1,00,000 യോജന ചുറ്റളവുള്ളതും വെള്ളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ശരീരം കൊണ്ട് അങ്ങ് വെള്ളത്തിൽ നല്ലവണ്ണം താഴ്ന്ന്, അതായത് സമുദ്രത്തിൽ നല്ലവണ്ണം താഴ്ന്ന് ആ പർവ്വതശ്രേഷ്ഠനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് 7ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അതായത് ഈ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് അല്ലയോ ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലയോ ഭഗവാൻ മഹാവിഷ്ണു, വജ്രത്തേക്കാൾ ഉറപ്പുള്ള അസ്ഥിയോട് കൂടിയത്. നമുക്കറിയാമല്ലോ, ആമയുടെ പുറന്തോട് നല്ല കട്ടിയുള്ള തോടാണ്. അപ്പോൾ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് അത്രയും ബലം ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വജ്രത്തേക്കാൾ ഉറപ്പുള്ള പുറത്തെ അസ്ഥിയോട് കൂടിയതും ചുറ്റളവിൽ, അതായത് വിസ്താരം കൊണ്ട് നോക്കുമ്പോൾ 1,00,000 യോജന ചുറ്റളവുള്ളതും ആ വലിയ ശരീരത്തോടു കൂടി, വെള്ളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ശരീരത്തോടു കൂടി ഭഗവാൻ ഇങ്ങനെ സമുദ്രത്തിൽ താഴ്ന്നു പോയിട്ട് ആ മന്ദരപർവ്വത ശ്രേഷ്ഠനെ ഉയർത്തിക്കൊണ്ടുവന്നു, തൻ്റെ ചുമലിലാക്കി ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് 7ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. ഉന്മഗ്നേ ഛടിതി തഥാധരാധരേന്ദ്രേ നിർമേതുർദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യദ്വിദയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്ന വിവൃതസ്ഥാൻ. ഒന്നുകൂടി ചൊല്ലാം. ഉന്മഗ്നേ ഛടിതി തഥാധരാധരേന്ദ്രേ നിർമേതുർദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യദ്വിദയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്ന വിവൃതസ്ഥാൻ. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ മന്ദരപർവ്വതം കൂർമാവതാരം കൊണ്ട്, ഭഗവാന്റെ കൂർമ്മം രൂപം കൊണ്ട് ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ അത്യന്തം ഉത്സാഹത്തോടു കൂടി ദേവാസുരന്മാർ ചേർന്ന് പാലാഴി മഥനം ചെയ്യുവാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു ദേവാസുരന്മാരുടെയും വാസുകിയുടെയും ഉള്ളിൽ പ്രവേശിച്ച് അവരുടെ ആ ഒരു പരവശത്വം മാറ്റി അവർക്ക് പാലാഴി മഥനം പൂർവാധികം ശക്തിയോടുകൂടി ചെയ്യുവാനുള്ള ഉത്തേജനം നൽകി എന്നുള്ളതാണ് പറയുന്നത്. ആത്മ തേജസ് നൽകി എന്നാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പർവ്വതം ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ ദേവാസുരന്മാർക്കൊക്കെ സന്തോഷമായി, അല്ലെ, അത് താണു പോയപ്പോൾ അവർ ദുഃഖിതരായി തീർന്നു എന്നുള്ളത് നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. കാരണം അവർ ആ പാലാഴി മഥനം നടത്തുന്നത് തന്നെ അമൃത് വീണ്ടെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്യമത്തിനൊരു പരാജയം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖം വരും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴാണ് ഭഗവാൻ കൂർമാവതാരത്തിൽ വന്ന് ആ പർവ്വതത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്നത്. അപ്പോൾ അത് കണ്ട് സന്തോഷമായി ദേവാസുരന്മാർക്ക്. അവർ പൂർവാധികം ഉത്സാഹത്തോടു കൂടി പാലാഴി മഥനം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ക്ഷീണം ബാധിക്കുക സ്വാഭാവികമാണ്, അല്ലേ, കഠിനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി, അവരുടെ ആ ഒരു പരവശത്വം മാറ്റാനായിട്ട് ഭഗവാൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. ദേവാസുരന്മാരുടെയും
വാസുകിയുടെയും ഉള്ളിൽ പ്രവേശിച്ചു. വാസുകിയും തളരുകയാണ് അല്ലെ, പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. അപ്പോൾ വാസുകിയും തളരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ പ്രവേശിച്ച് അവർക്കുള്ള ഊർജം നൽകി, അവരിൽ ആത്മ തേജസ് നൽകി എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. ഉദ്ധാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാധയ പ്രമോദാദുദ്ഭ്രാന്താനുനുവുരുപാത്ത പുഷ്പവർഷ. ഒന്നുകൂടി ചൊല്ലാം. ഉദ്ധാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാധയ പ്രമോദാദുദ്ഭ്രാന്താനുനുവുരുപാത്ത പുഷ്പവർഷ. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെ മന്ദരപർവ്വതം ശക്തിയായി കറങ്ങുകയാണ്. ഈ കടയുന്ന സമയത്ത് മന്ദരപർവ്വതം അതിൻ്റെ ശക്തിയിൽ ഇങ്ങനെ കറങ്ങുകയും ഒപ്പം മേൽപോട്ട് ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഭഗവാൻ തൻ്റെ ഒരു കൈ അനക്കമില്ലാതെ വെച്ചു. ഇങ്ങനെയൊക്കെ ശക്തിയായിട്ട് കറങ്ങുമ്പോഴും ഇത് മേലോട്ടും താഴോട്ടും ചലിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഒട്ടും ഇളക്കം സംഭവിക്കാതെ തൻ്റെ ഒരു കൈ ആ മന്ദരപർവ്വതത്തിൻ്റെ മേലെ വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ്. അതായത് ദേവന്മാരും അസുരന്മാരും ഒക്കെ അമൃത് കടഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പാലാഴി മഥനം നടത്തുന്നത് തന്നെ. അപ്പോൾ അവരുടെ ഉള്ളിൽ ആദ്യം പ്രവേശിച്ച് അവർക്കുള്ള ഊർജം നൽകി. പിന്നീട് ഈ മന്ദരപർവ്വതത്തിൽ തൻ്റെ ഒരു കൈ വെച്ച് തൻ്റെ ഭക്തന്മാരോട് കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരിക കൂടിയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൈ ഒരു ഇളക്കം പറ്റാതെ ഇങ്ങനെ മന്ദരപർവ്വതത്തിൻ്റെ മേലെ വെച്ചിരുന്നു. അപ്പോൾ ആകാശത്ത് നിന്ന് മേഘങ്ങളിൽ മറഞ്ഞു നിന്ന് ബ്രഹ്മദേവനും മഹാദേവനും ഈ കാഴ്ച കണ്ട് ഭക്തി കൊണ്ട് ആനന്ദപരവശന്മാരായി തീർന്ന് പുഷ്പവൃഷ്ടി നടത്തി എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇളക്കം തട്ടാതെ ഒരു കൈ അതിലിങ്ങനെ വെച്ച് തൻ്റെ ഭക്തന്മാരോട് കൂടെ നിൽക്കുന്ന ഭഗവാനെ കണ്ട് ആനന്ദപരവശന്മാരായി തീർന്ന ബ്രഹ്മദേവനും പരമശിവനും പുഷ്പവൃഷ്ടി നടത്തി എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിതാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. ഒന്നുകൂടി ചൊല്ലാം. ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിതാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. അപ്പോൾ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാസുകിയുടെ മുഖത്ത് നിന്നും വരുന്ന വായുവേറ്റ് അസുരന്മാർ നന്നേ പീഡിതരാവുകയും ആ കാറ്റുകൊണ്ട് ദേവന്മാരും അല്പം ക്ഷീണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അസുരന്മാരാണ് വായുവിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിഷമയമായിട്ടുള്ള വായു നല്ലോണം തട്ടും. അപ്പോൾ അതുകൊണ്ട് അവർ നന്നേ പീഡിതരായി. എന്നാൽ ദേവന്മാർ ആ കാറ്റുകൊണ്ട് കുറച്ചാണെങ്കിലും അവരും പീഡിതരായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ മഴ പെയ്യിപ്പിച്ച് ദേവന്മാരെ തണുപ്പിച്ചു. അസുരന്മാരുടെ ഭാഗത്ത് മഴ പെയ്തതുമില്ല, അവർ തണുത്തതുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് സാത്വിക ഗുണങ്ങളും രാഗദ്വേഷാദികളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. രാഗദ്വേഷാദികളെ നമുക്ക് അസുരന്മാരായിട്ടും സാത്വിക ഗുണങ്ങളെ ദേവന്മാരായിട്ടും കണക്കാക്കാം. അപ്പോൾ ഇതിൽ സാത്വിക ഗുണം ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഭക്തി കൂടിയേ തീരും. രാഗദ്വേഷാദികളുമായിട്ട് മത്സരിച്ച് വിജയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ സാത്വിക ഗുണങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ വാസുകിയുടെ വായിൽ നിന്നും വരുന്ന വിഷമയമായിട്ടുള്ള വായു ഏറ്റ് ദേവന്മാരും അസുരന്മാരാണ് കൂടുതൽ പീഡിതരായത്. എന്നാൽ ഭഗവാൻ
മഴ പെയ്യിപ്പിച്ച് ദേവന്മാരെ തണുപ്പിച്ചു, എന്നാൽ അസുരന്മാരെ തണുപ്പിച്ചതും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ രാഗദ്വേഷാദികളുടെ നിയന്ത്രണം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് കൂടിയാണ് നമ്മളിതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ നമുക്കിനി 11ാമത്തെ ശ്ലോകം ചൊല്ലാം. ഉദ്ഭ്രാമ്യത് ബഹുതി മീനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമതിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ഒന്നുകൂടി ചൊല്ലാം. ഉദ്ഭ്രാമ്യത് ബഹുതി മീനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമതിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. അപ്പോൾ ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, കറങ്ങി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തിമിംഗലങ്ങൾ, മുതലകൾ തുടങ്ങിയവയുടെ സമൂഹത്തോടു കൂടിയ ആ സമുദ്രത്തെ വളരെ കാലം മഥനം ചെയ്തിട്ടും യാതൊരു മാറ്റവും അവിടെ സംഭവിച്ചില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ഏകനായി. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങ് തന്നെ ഏകനായി എന്ന്. അതായത് ഭഗവാൻ തന്നെ ഏകനായി ആ വാസുകിയെ പിടിച്ച് പാലാഴി മഥനം ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്നുള്ളതാണ് 11ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഇതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. അങ്ങനെ വളരെ കാലം ദേവന്മാരും അസുരന്മാരും കൂടി മഥനം ചെയ്തിട്ടും കറങ്ങുന്ന തിമിംഗലങ്ങൾ, മുതലകൾ തുടങ്ങിയ സമൂഹത്തോട് കൂടിയിട്ടുള്ള സമുദ്രമാണ്, ഒരു സമുദ്രമാണല്ലോ. അപ്പോൾ അതിലുള്ള ജലജീവികളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ സമുദ്രം വളരെ കാലം മഥനം ചെയ്തിട്ടും യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ഏകനായി വന്ന് ആ വാസുകിയെ പിടിച്ച് മഥനം ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും ഭഗവാൻ തന്നെ നേരിട്ടിറങ്ങി വന്ന് അത് പരിഹരിച്ച് തരും. സ്വന്തം ഭക്തന്മാരുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് 27ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം പൂർത്തിയാക്കി അങ്ങനെ ഈ ദശകവും പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചൊല്ലാം. വജ്രാതിസ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാ ത്വം നിർമഗ്നം ക്ഷിതിതരനാഥമുന്നിനേത ഉന്മഗ്നേ ചടിതി തഥാധരാധരേന്ദ്രേ നിർമേതുർദൃഢമിഹ സമ്മധേന സർവേ ആവിശ്യദ്വിദയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്ന വിവൃതസ്ഥാൻ ഉദ്ധാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാധയ പ്രമോദാദുദ്ഭ്രാന്ത നുനുവുരുപാത പുഷ്പവർഷാ ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ ഉദ്ഭ്രാമ്യത് ബഹുതി മീനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമതിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഒരു കീർത്തനം എന്തായാലും ഇന്ന് പാടാമെന്ന് വിചാരിക്കുകയാണ്. ഭഗവാന്റെ, അതായത് ഡാൻസിന് പോകുന്ന സമയത്ത്, ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എപ്പോഴും വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഇനമാണ്. ഇപ്പോഴും അതിൻ്റെ പുതുമ ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും കുട്ടികളൊക്കെ ഇത് കളിച്ച് കാണാറുണ്ട്. ഇവിടുത്തെ ക്ലാസ്സിലും കുട്ടികളുടെ പരിപാടി ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂഷനായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് പാടാം. സ്വാഗതം കൃഷ്ണ
ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ ഭോഗതാപ്തസുലഭാ സുപുഷ്പഗന്ധകളഭാ ഭോഗതാപ്തസുലഭാ സുപുഷ്പഗന്ധകളഭാ കസ്തൂരിതിലകമഹിപാ മമ കാന്തനന്ദ ഗോപഗന്ധ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മുഷ്ടികാസുരചാണൂരമല്ല മല്ല വിശാരദ മധുസൂദന മുഷ്ടികാസുരചാണൂരമല്ല മല്ല വിശാരദ മധുസൂദന മുഷ്ടികാസുരചാണൂരമല്ല മല്ല വിശാരദ കുവലയ പീഡ മർദ്ദന കാളിയ നർത്തന ഗോകുലരക്ഷണ സകല സുലക്ഷണ ദേവ മർദ്ദന കാളിയ നർത്തന ഗോകുലരക്ഷണ സകല സുലക്ഷണ ദേവ ശിഷ്ടജനപാല സങ്കൽപ്പ കൽപ്പ കൽപ്പശതകോടി അസമ പരാഭവ ധീര മുനിജന വിഹാര മദന സുകുമാര ദൈത്യ സംഹാര ദേവ ധീര മുനിജന വിഹാര മദന സുകുമാര ദൈത്യ സംഹാര ദേവ മധുര മധുര രതി സാഹസ സാഹസ പ്രജയുവതീ ജനമാനസ പൂജിത മധുര മധുര രതി സാഹസ സാഹസ പ്രജയുവതീ ജനമാനസ പൂജിത സാ ദ പ ഗരി പഗരി സദസ സരിഗ പദ സദ പഗരി പഗരി സദസ സസരി രി ഗ പദ സസ ദ പ ഗരി രി പഗരി സദസ സരി ഗരി ഗ പദ സ ദ പഗരി പഗരി സദസ തത്തി തകിശുനുദം 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 സ ദ പ ഗരി പഗരി സദസ തത്തി തകിശുനുദം 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 സ ദ പ ഗരി പഗരി സദസ തക്കതരി കുക്കുന്തണ കിട തകതീം 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 സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. തീർച്ചയായിട്ടും തെറ്റുകളുണ്ടാവും. പാട്ട് പാടാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. പക്ഷേ ഭഗവാന്റെ ഒരു കീർത്തനം ഇങ്ങനെ പാടി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞത് കൊണ്ടും പാടാനുള്ളൊരു മോഹം കൊണ്ടും പാടിയതാണ്. ഇതിലെ ഭക്തി മാത്രമേ കാണാവൂ. പാട്ടിൻ്റെ സംഗതികൾ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നറിയാം. എങ്കിലും ഒരാഗ്രഹം കൊണ്ട് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് മാത്രം പാടി എന്നതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതുപോലെ തന്നെ തുടർന്നും എല്ലാവരും വീഡിയോസൊക്കെ കാണുക. ഈ വീഡിയോസൊക്കെ ഉപകാരമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. 27ാമത്തെ ദശകം നമ്മളങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 28ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.